ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് മൊബൈൽ ബോക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ക്രാഫ്റ്റാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ഫോൺ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസോ ചെറിയ സൈസോ ഏത് സൈസിലുള്ള ഫോണിൻ്റെ ബോക്സും യൂസ് ചെയ്യാം കേട്ടോ ഇതിന്. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസുകളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 4 എണ്ണം ഒരേ സൈസിലും 2 എണ്ണം ഒരേ സൈസിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് പീസുകളിൽ 4 എണ്ണം ഒരേ സൈസിലുണ്ടല്ലോ, ആ 4 പീസിൻ്റെയും ഒരു സൈഡ് ആരോ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 പീസും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടിഷ്യൂ പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ട് ഒന്ന് കീറിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് വേണം. 2:1. ഇനി ഓരോ കാർഡ്ബോർഡ് പീസിലും ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഈ ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് വാൾപുട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റോ പാരീസ് ഒക്കെ ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അപ്പോൾ കിട്ടിയില്ല. ഇനി ഇതുപോലെയുള്ള വേറൊരു ക്രാഫ്റ്റിൽ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ പീസിനും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ 4 പീസിനും ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ചെറിയ പീസിനും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഓരോ പീസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോഴാണെങ്കിലും ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ, എന്നിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പീസും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്ലാക്കോ ബ്രൗണോ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു വുഡിൻ്റെ ഒക്കെ ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫുള്ളായിട്ട് ബ്രൗൺ ഇങ്ങനെ കൊടുത്തിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. പിന്നെ നമ്മൾ ബോക്സിനാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടാണുള്ളത്. ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തുമാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ 2 ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പെയിൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും ടൈപ്പ് ക്ലോത്ത് അതിൻ്റെ അകത്തും താഴെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ജൂട്ട് ത്രെഡ് കുറച്ചുകൂടെ വണ്ണമുള്ള ജൂട്ട് ത്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ വണ്ണം കുറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ കുറച്ച് വണ്ണമുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതാവുമ്പം ചെറിയ പീസാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ പീസായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് ഒട്ടിക്കുന്നില്ല കേട്ടോ, 3 സൈഡ് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ജൂട്ട് ത്രെഡ് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സൈഡ് മാത്രമേ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു സൈഡ് നമ്മൾ ഒഴിവാക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ സൈസിൽ തന്നെ നമ്മൾ ആ കാർഡ്ബോർഡിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ആ ജൂട്ട് ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഫെവിക്കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി.
പിന്നെ ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ആ കാർഡ്ബോർഡിനെയും ബോക്സിനെയും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്പി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഗ്ലൂ മാത്രം മതിയെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കമ്പി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്ലൂവും കൂടെ ആക്കിയിട്ടാണ് ആ ബോക്സ് അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോക്സിലും അതുപോലെ തന്നെ കാർഡ്ബോർഡിലും നേരത്തെ തന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കമ്പി ആ കാർഡ്ബോർഡിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്ക് സൈഡിലേക്കാണ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ലെങ്ത്തുള്ള കമ്പിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കമ്പി വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇത് ഹാങ് ചെയ്യാനുള്ള ഒരു കുളത്തും കൂടെ അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കമ്പിയിൽ ഒരു ബ്ലാക്ക് പെയിൻറ്റും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ലീവ്സ് എടുത്തിട്ട് അതൊന്ന് ചെറിയ ലീവ്സ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ പേപ്പറിൻ്റെ റോസ് ഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റും കൂടിയാണ്. നമുക്ക് ഫോൺ വെക്കാൻ, റിമോട്ടുകൾ, കീകളൊക്കെ വെക്കാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ചുമരിലൊക്കെ ഹാങ് ചെയ്തിരുന്ന ഫ്ലവർ വൈസ് ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ഫ്ലവർ വൈസ് തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ ഉണ്ടാക്കിയതൊന്നും മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഹാങ് ചെയ്തിടാനാണെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടൈപ്പ് ഒട്ടിച്ചിട്ട് ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ നമ്മൾ കുളത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിലും ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്